ഇറാഖിൽ കഴിയുന്ന അമേരിക്കൻ പൗരന്മാർ ഉടൻ തിരിച്ചു വരണമെന്ന് നിർദ്ദേശം നൽകി US. ബാഗ്ദാദിലെ US എംബസിക്ക് നേരെ ഇന്നലെയുണ്ടായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് അടിയന്തര നടപടി. ഇറാഖിലെ നിലവിലെ സാഹചര്യം സുരക്ഷിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരിച്ചുവരാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വിവരങ്ങളുമായി ചേരുന്നത്. ഐസൺ, കഴിഞ്ഞ ദിവസം ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ US എംബസിയിലെ ഹെലിപാഡിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇറാഖിൽ തുടർച്ചയായി മിസൈലുകൾ വരാൻ സാധ്യതയുണ്ട്. US എംബസിക്കും US പൗരന്മാർക്കും നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പൗരന്മാരോട് അവിടുന്ന് എത്രയും പെട്ടെന്ന് മടങ്ങാൻ അമേരിക്ക നിർദ്ദേശിക്കുന്നത്? തീർച്ചയായും ഗൗതം, ഇന്നലെ നടന്ന ഈ ബാഗ്ദാദിൽ നടന്ന ആക്രമണം, ബാഗ്ദാദിലെ US എംബസിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ US എംബസിയുടെ ഹെലിപാഡിലാണ് മിസൈൽ പതിച്ചത്. തീർച്ചയായും അത് വളരെ തന്ത്രപരമായൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു സംശയം തന്നെയാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് കൃത്യമായൊരു ലക്ഷ്യം, അതായത് നമുക്കറിയാവുന്നതാണ്, നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നത് സൈനിക അസറ്റുകളിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ സൈനിക സംവിധാനങ്ങളാണ് തങ്ങൾ ലക്ഷ്യം വെക്കുക എന്നാണ് ഇറാൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ നയതന്ത്ര അസറ്റുകളിലേക്ക് വരെ അല്ലെങ്കിൽ നയതന്ത്ര സംവിധാനങ്ങളെ വരെ ലക്ഷ്യമിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് യുദ്ധത്തിൻ്റെ വേറൊരു സ്വഭാവത്തിലേക്ക് മാറുന്നു എന്ന കൃത്യമായൊരു തിരിച്ചറിവ് അമേരിക്കയ്ക്കുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പാണ് ഒരു റീഫ്യൂവലിംഗ് വിമാനം ഇത്തരത്തിൽ ആക്രമണത്തിനിരയാവുകയും അത് തകരുകയും ചെയ്തത്. അത് സംബന്ധിച്ച് ചില കൺഫ്യൂഷനുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി അത്തരമൊരു ആശങ്ക സൈനിക കേന്ദ്രങ്ങൾക്കും അതുപോലെ തന്നെ നയതന്ത്ര കേന്ദ്രങ്ങൾക്കും ഇറാഖിലെ 2 നയതന്ത്ര സൈനിക കേന്ദ്രങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി അവിടെ നിന്നും ഇറാഖ് പൗരന്മാർ രാജ്യം വിടണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പല ഇറാഖിലെ അമേരിക്കൻ പൗരന്മാർ രാജ്യം വിടണം എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാഖിൽ വിവിധ രീതിയിലുള്ള അമേരിക്കൻ സാന്നിധ്യങ്ങളുണ്ട്. അതായത് സാങ്കേതിക വിദഗ്ധരും അതുപോലെ തന്നെ മറ്റ് നിരവധി പ്രവർത്തകർ അവിടെയുണ്ട്. സൈന്യത്തിനും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് മികച്ച പ്രൊഫഷണലുകൾ തന്നെ അവിടെയുണ്ട് അമേരിക്കയിൽ നിന്നും. അവരെയെല്ലാം തന്നെ അടിയന്തരമായി മാറ്റുക എന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സൈന്യത്തിൻ്റെ ഭാഗമായുള്ളവരെയും അതുപോലെ തന്നെ നയതന്ത്രത്തിൻ്റെ അനിവാര്യതയുടെ ഘടകങ്ങളായിരിക്കുന്നവരെയും മാറ്റാതിരിക്കുക അല്ലെങ്കിൽ അവരെ മാറ്റേണ്ടതില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും പൗരന്മാരുടെ സുരക്ഷ, അതായത് വിവിധ ഇടങ്ങളിൽ സൈന്യവും മറ്റ് സംവിധാനങ്ങളൊക്കെ സുരക്ഷിതമായ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ സാധ്യമാവുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ്, വിവിധ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനെ NATO സഖ്യത്തിൻ്റെ പോലും പിന്തുണ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യുക്രൈനോടൊക്കെ സഹായം ആവശ്യപ്പെട്ടത് നേരിട്ട് ആവശ്യപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ ഒരു രീതിയിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുകയും അത്രയും തന്ത്രപ്രധാനമല്ലാത്ത സിവിലിയൻ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന കൃത്യമായൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് അടിയന്തരമായി പൗരന്മാരെല്ലാം തന്നെ തിരിച്ചു വരണമെന്നൊരാവശ്യം ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ സംഘർഷം കുറെ കൂടി രൂക്ഷമാകാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ഭാഗമായി പല നീക്കങ്ങളും നടക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അതിരൂക്ഷമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ പ്രഥമ സൂചനയായി തന്നെ ഇത്തരം സുരക്ഷാ നടപടികൾ അമേരിക്ക കൈക്കൊള്ളുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗൗതം.